ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് അനിയൻ വരുന്നുണ്ട്. അപ്പോൾ അനിയനെ വിളിക്കാനായിട്ട് ഞാനും അച്ഛനും കൂടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഒരു 6 മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പം. എല്ലാ തവണയും വളരെ നേരത്തെ പോയിട്ട് കുറേ നേരങ്ങളോട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു 6 മണിക്കൊക്കെയാണ് ഇറങ്ങിയത്. അങ്ങനെ ഒരു 6 ആയപ്പോഴത്തേക്ക് അനിയൻ വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോന്നു. ഒരു കല്യാണമുണ്ട്, അനിയൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനായിട്ട് വന്നതാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണം, നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. എന്നോട് അമ്മ പറഞ്ഞായിരുന്നു എത്താറാകുമ്പോഴത്തേക്കും വിളിക്കണം എന്നൊക്കെ. ഞാൻ പക്ഷെ മറന്നുപോയി. കാരണം ചായയൊക്കെ ഇട്ട് വെക്കാലോ എന്നൊക്കെ കരുതി. അനിയും വന്നു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട്. അപ്പം അതിനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്താറാകുമ്പോഴത്തേക്കും വിളിക്കണമെന്ന്. പക്ഷെ ഞാൻ മറന്നുപോയി. വീഡിയോ ഒക്കെ എടുക്കുന്നിടയിൽ മറന്നുപോയതാണ്. ഇത് കുറച്ച് പഴയ പാത്രങ്ങൾ കൊണ്ടുവന്നാണ് കേട്ടോ, ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ. അപ്പോൾ അനിയന് ഇതൊക്കെ കൊടുത്തിട്ട് മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ട് 1-2 പാത്രങ്ങളൊക്കെ, ഒരു കുക്കറൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി മേടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ അവിടെ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നാണ്. അപ്പോൾ ഞാൻ പോയി വരുമ്പോഴത്തേക്കും അമ്മ തുണികളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചായ ഒക്കെ കുടിക്കാം. അപ്പോൾ ഞാൻ വേഗം പോയി ഇതൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയാണെങ്കിൽ റെഡിയായി ഇറങ്ങാൻ കുറച്ച് താമസമാണ്. പ്രത്യേകിച്ച് ഞാനാണ് മൊത്തത്തിൽ സ്ലോ, എല്ലാത്തിലും സ്ലോ ആണ് കേട്ടോ. പണിയെടുക്കാനും റെഡി ആവാനും ഒക്കെ സ്ലോ ആണ്. അപ്പോൾ വേഗം പോയി തുണി വിരിച്ചിടാൻ പറഞ്ഞു. ഇങ്ങനെ പതുക്കെ പതുക്കെ നിൽക്കലേ, വേഗം വിരിച്ചിട്ട് വരാൻ പറഞ്ഞു അമ്മ. അപ്പോഴത്തേക്ക് അമ്മ ചായയൊക്കെ ഇടുന്നുണ്ട്. 9 മണി 9:30 എന്താണ് മുഹൂർത്തം. അപ്പം ഒരു 8 മണിക്കൊക്കെ ഇറങ്ങണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ തുണിയൊക്കെ വിരിച്ചിട്ടു. ഇന്നാണെങ്കിൽ പതിവില്ലാതെ നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ രാവിലെ കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രാത്രി ഇവർ വന്നിട്ടില്ല. രാത്രി വരാത്ത ദിവസങ്ങളാണ് രാവിലെ നേരത്തെ വരും. അങ്ങനെ അവർക്ക് അച്ഛൻ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇതാ അനിയൻ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. അമ്മ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരുപാട് സ്നാക്സ് ഒന്നും കൊണ്ടുവന്നില്ലായിരുന്നു. കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ തവണ കൊണ്ടുവന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ കല്യാണത്തിനായിട്ട് വന്നതാണ്. പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ റെഡി. 8 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് 8 മണിക്ക് കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. അവിടെ അടുത്ത് തന്നെ അമലയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അടിപൊളി ഒരു വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി കഴിച്ചു. പൂരി മസാല കഴിച്ചു ഞാൻ. അമ്മ തൈര് വട, അനിയൻ നെയ് റോസ്റ്റാണ് കഴിച്ചത്. അപ്പം ഞങ്ങൾ കഴിക്കാൻ കയറണോ വേണ്ടതെന്ന് വരെ സംശയിച്ചു. കാരണം ലേറ്റ് ആവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു 9 മണി 9:30 അവിടെ എത്തണമായിരുന്നു. അപ്പോഴായിരുന്നു ഒരു മുഹൂർത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താലികെട്ടിൻ്റെ സമയം 9 മണി 9:30 അതിനുള്ളിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ കഴിക്കണോ കയറണോ വേണ്ട, പിന്നെ അമ്മയ്ക്കൊക്കെ മെഡിസിനൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. കല്യാണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് അമ്പലത്തിൽ 2 പ്രോഗ്രാം ഉണ്ട് ഞങ്ങൾക്ക്. ഒന്ന് കല്യാണം, പിന്നെ അച്ഛൻ്റെ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങ് എത്തിക്കോളാം, നിങ്ങൾ പൊക്കോളാം പറഞ്ഞു. അച്ഛൻ ആ പരിപാടിയുടെ ആകുമ്പോഴത്തേക്കും വരാം, കല്യാണത്തിനായിട്ട് ഞാൻ നിൽക്കുന്നില്ല, പ്രോഗ്രാം തുടങ്ങുമ്പോഴത്തേക്ക് അച്ഛൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്പലത്തിലെത്തി. സത്യത്തിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്കും കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരിപ്പോൾ കെട്ടൊക്കെ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പിന്നെ അവരെ കാണാൻ പോയി. അപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെട്ടൊക്കെ നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഒരു 5 മണി, രാവിലെ 5 മണി ആയപ്പോഴത്തേക്കും കെട്ടൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവർ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അത്ര പെട്ടെന്നായിരുന്നു. ആ യെല്ലോ ഡ്രസ്സ് ഇട്ടതാണ് അനിയൻ്റെ ഫ്രണ്ട്. അനിയൻ്റെ കൂടെ പഠിച്ചതാണ്, നഴ്സിങ്ങിന് പഠിച്ചതാണ്. പേര് വിപിൻ. ഇവരുടെ വീട് പത്തനംതിട്ടയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. തൃശ്ശൂരൊക്കെ ഇവർ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഓണത്തിന് പുലിക്കളി കാണാനും പിന്നെ തൃശ്ശൂർ പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളും അവിടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്, പത്തനംതിട്ടയിലൊക്കെ. അങ്ങനെ ജസ്റ്റ് അവരെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ നേരെ ഞങ്ങൾ അച്ഛൻ്റെ പ്രോഗ്രാം നടക്കുന്നത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു, ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പോൾ നേരെ അങ്ങോട്ട് വന്നു പ്രോഗ്രാം കാണാനായിട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് അച്ഛൻ ഒരു മ്യൂസിക് പ്രാക്ടീസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു, സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂർ തന്നെ ഉള്ളതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു അമ്പലത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 11 മണി 11:30 മുതൽ എന്തായിരുന്നു 1 hour ആയിരുന്നു പ്രോഗ്രാം. ഞങ്ങൾ അച്ഛൻ്റെ പാട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ അച്ഛനോട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് ഇതാ ഒരു കീ ചെയിനൊക്കെ വാങ്ങാൻ കയറി. അതിനിടയിൽ അമ്മ പറഞ്ഞു എനിക്ക് മേമേനൊന്നും കാണണം, പോകുന്ന വഴിക്ക് തന്നെയാണ്, അപ്പോൾ മേമനെ കണ്ടിട്ട് പോകാം, കുറേ നാളായി എന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന വഴിക്ക് മേമേനെയും കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളിതാ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിട്ടോ അമ്മയും മേമയും. കുറേ നാളായി അവരങ്ങനെ കണ്ടിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് തൊഴിൽ വാർത്ത മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.